ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയമായിരുന്നു നവരത്ന മോതിരം അണിയുന്നതിനെക്കുറിച്ചും രത്നങ്ങൾ അണിയുന്നതിനെക്കുറിച്ചുമൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രത്നങ്ങൾ കറക്റ്റായിട്ട് അണിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുൻപ് ഇന്ന് കാർത്തിക നക്ഷത്രവും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം മുരുക ഭഗവാൻ 6 പ്രാവശ്യം ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കണ്ടത് ചെയ്യാൻ ശ്രമിക്കണം. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പൂജകളും പ്രാർത്ഥനകളും ഒക്കെ. അതുപോലെ തന്നെ കരിങ്കാലി മാല ധരിക്കുക, എന്തെങ്കിലുമൊക്കെ ധനപരമായിട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ള ധനവശ്യ ബ്രേസ്ലെറ്റ്സ് ധരിക്കുക, അതേപോലെ രത്നങ്ങൾ ധരിക്കുക. രത്നങ്ങൾ ധരിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ നമ്മുടെ നക്ഷത്രം, രാശി, ലഗ്നം ഇതൊക്കെ അറിഞ്ഞ് ഇത് ധരിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ ഇത് വാങ്ങിച്ച് ധരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ലഗ്നം എന്താണോ ആ ലഗ്നത്തിന് അനുസൃതമായിട്ടുള്ള നവരത്നം ഏതാണോ അത് വാങ്ങി നമ്മൾ നമ്മുടെ കയ്യിലോ കഴുത്തിലോ അണിയണം. അപ്പോഴാണ് അതിന് കൂടുതലായിട്ടുള്ള ഫലം ലഭിക്കുന്നത്. കയ്യിൽ അണിയുമ്പോഴാണ് അതിന് കൂടുതലായിട്ടുള്ള ഫലം ലഭിക്കുന്നത്. കാരണം ഭൂമി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. ആ മണ്ണിൻ്റെ മറ്റൊരു രൂപമാണ് രത്നങ്ങൾ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അതായത് മണ്ണിലെ ഏറ്റവും ഉയർന്ന വസ്തുവാണ് രത്നം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ചില ജീവികൾ ചവിട്ടിയ മണ്ണ് നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ നമുക്ക് ഉയർച്ചയാണ്. പ്രത്യേകിച്ച് കീരി ചവിട്ടിയ മണ്ണ്. കാരണം കുബേരൻ്റെ വാഹനമാണ് കീരി. അതുകൊണ്ട് തന്നെ കീരി ചവിട്ടിയ ആ ഒരു കാൽപ്പാടുള്ള മണ്ണ് നമ്മളെടുത്ത് കിഴികെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചാൽ തീർച്ചയായും നമുക്ക് ധനവശ്യം, കുബേരനിധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ഒരു നിലഭൂതം കുറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? അതായത് 5 ഭൂതങ്ങളെയും നമുക്ക് ഒരുപോലെ തൻ വശമാക്കുന്നവന് ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ലഭിക്കുമെന്ന് പറയുമെങ്കിലും നിലഭൂതം ഏതൊരു വ്യക്തിക്കാണോ കൂടുതലായിട്ടുള്ളത് ആ വ്യക്തിക്കാണ് ഒരുപാട് സ്വർണവും പണവും അതേപോലെ സ്ഥലങ്ങളും ഉള്ളത്. അതായത് സ്വന്തമായിട്ട് ഒരുപാട് ലാൻഡൊക്കെ ഉള്ളവരുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരിൽ നിലഭൂതം വളരെയധികം കൂടുതലായിരിക്കും. പക്ഷേ ഈ നിലഭൂതം ആക്റ്റീവ് അല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് സ്വന്തമായി വീടോ സ്വർണമോ പണമോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലഭൂതത്തെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രത്നങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പം സ്വന്തമായിട്ട് വീടില്ല, അതേപോലെ സ്വർണ്ണമില്ല, പണമില്ല എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കലും ചിലപ്പം രത്നം വാങ്ങിച്ച് ധരിക്കാമെന്ന് ചിന്തിക്കില്ല. കാരണം ഒറിജിനൽ രത്നത്തിന് കുറച്ച് എമൗണ്ട് ഉണ്ട്. അപ്പം അവരെന്ത് ചെയ്യും? അവരിൽ ആ നിലഭൂതം ഉറങ്ങിത്തന്നെ കിടക്കും, ആക്റ്റീവ് ആകാതെ. അങ്ങനെ വരുമ്പം അവരെന്തിനോ വേണ്ടി ജീവിച്ചു, എന്തിനോ വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് പോയി എന്നുള്ളത് വരും. നമ്മൾ നമ്മുടെ ലഗ്നം അനുസരിച്ചുള്ള ഈ ഒരു രത്നം വാങ്ങിച്ച് ധരിച്ചാൽ അത് നമുക്ക് ധനവരവിനെ കൂട്ടിത്തരും. പിന്നെ ലഗ്നത്തെ കുറിക്കുന്ന രത്നം തന്നെ നമ്മൾ ധരിക്കണം. രാശിയല്ല. അതായത് മേടരാശി, ഇടം രാശി, മിഥുനം രാശി എന്ന് പറയുന്ന രാശികളുണ്ട്. പക്ഷേ നമ്മൾ ജനിച്ച ഒരു ലഗ്നമുണ്ട്. അത് നമ്മുടെ ജാതകം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ലഗ്നാധിപൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലർക്കത് ധനു ലഗ്നമായിരിക്കും, ചിലർക്ക് മിഥുന ലഗ്നമായിരിക്കും, ചിലർക്ക് മകരം ലഗ്നമായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലഗ്നം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ ആ ഒരു സമയമൊക്കെ പൂജാരിമാരോട് പോയി പറഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ ലഗ്നം ഏതാണെന്നുള്ളത് പറഞ്ഞു തരും. ഏത് ലഗ്നമാണ്? ധനു ലഗ്നമാണോ മിഥുന ലഗ്നമാണോ? അപ്പം ആ ലഗ്നത്തിന് അനുസൃതമായിട്ടുള്ള രത്നം വേണം നമ്മൾ ധരിക്കാൻ. അല്ലാതെ വെറുതെ പോയി ഇപ്പം എൻ്റെ നാള് അശ്വതിയാണ് അതുകൊണ്ട് അശ്വതിയുടെ രത്നം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് 100% ഫലം ലഭിക്കണം എന്നില്ല. ഈ ഭൂമിയിലെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ രത്നം ധരിച്ചാൽ അതിന് 100% ഫലം ലഭിക്കും. നമുക്കറിയാം അഗ്നി, നിലം, വായു, ജലം, ആകാശം. ഇതിൽ അഗ്നിരാശിയിൽ പെടുന്നതാണ് മേടം, ചിങ്ങം, ധനു. നിലരാശിയിൽ പെടുന്നതാണ് ഇടവം, കന്നി, മകരം. വായു രാശിയിൽ പെടുന്നതാണ് മിഥുനം, തുലാം, കുംഭം.
ജലരാശിയിൽ പെടുന്നതാണ് കർക്കിടകം, വൃശ്ചികം, മീനം. അപ്പം നമ്മൾ ജനിച്ച ആ ഒരു ലഗ്നം ഏതാണോ ആ ലഗ്നത്തിൻ്റെ ഭൂതത്തെ നമുക്ക് നമ്മളിൽ കുറയാതെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം. അതായത് ഒരു വ്യക്തി ജനിച്ചിരിക്കുന്നത് കുംഭം രാശിയിലാണെങ്കിൽ ആ കുംഭം രാശിയിൽ ജനിച്ച വ്യക്തിയുടെ ലഗ്നം ഏതാണോ ആ ലഗ്നത്തിൻ്റെ ഭൂതം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, കുംഭം രാശിയിൽ ജനിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുടെ ലഗ്നം ചിലപ്പം മേടലഗ്നമായിരിക്കും. മേടലഗ്നത്തിൻ്റെ ഭൂതം, ആ ഭൂതം എന്ന് പറയുന്നത് ഏതാണ്? ഞാനിവിടെ പറഞ്ഞു തന്നിരുന്നു, അഗ്നിയാണ്. അപ്പോൾ ആ അഗ്നിഭൂതം നമ്മളിൽ നമുക്ക് കുറയാൻ പാടില്ല, ബാലൻസ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലഗ്നം കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള രത്നം വാങ്ങി ധരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭൂതം ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അറിവിലോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് പഞ്ചഭൂതങ്ങളിൽ ഏത് ഭൂതമാണ് നമ്മളിൽ ആക്റ്റീവായി നമ്മൾ നിർത്തേണ്ടതെന്നുള്ളത് അത് നമ്മൾ നോക്കേണ്ട. നമ്മൾ ലഗ്നം ഏതാണെന്ന് അറിയുക. അപ്പോൾ ആ ലഗ്നത്തിന് എന്തായാലും ഒരു ഭൂതമുണ്ടാകും. അപ്പോൾ ആ ലഗ്നം അറിഞ്ഞ് നമ്മൾ രത്നം മേടിച്ച് ധരിക്കുമ്പം ആ ഭൂതം നമ്മളിൽ ബാലൻസ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ആദ്യം തന്നെ ലഗ്നങ്ങളും ധരിക്കേണ്ടുന്ന രത്നങ്ങളും പറയാം. ശ്രദ്ധിക്കണം, രാശിയല്ല, നമ്മുടെ ലഗ്നം ഏതാണെന്നുള്ളത്. മേടം, വൃശ്ചികം ഇവ ലഗ്നമായിട്ടുള്ളവർ മഞ്ഞ പുഷ്യരാഗമാണ് ധരിക്കേണ്ടത്. അത് ധരിക്കേണ്ടത് നമ്മുടെ ചൂണ്ടുവിരലിലാണ്. അത് വലത്തേ കൈ ഇടത്തേ കൈ എന്നില്ല, ഏത് കൈയിലാണെങ്കിലും ചൂണ്ടുവിരലിൽ വേണം ധരിക്കാനായിട്ട്. അടുത്തത് ഇടവം, മിഥുനം. ഈ രണ്ട് ലഗ്നമുള്ളവർ ധരിക്കേണ്ടത് മരതക പച്ചയാണ് അവരുടെ രത്നം എന്ന് പറയേണ്ടത്. മോതിര വിരലിൽ വേണം അത് ധരിക്കാനായിട്ട്. അടുത്തത് കർക്കിടകം, മീനം. ഈ ലഗ്നമുള്ളവർ മുത്തു വേണം അവരുടെ രത്നമായി തിരഞ്ഞെടുത്ത് ധരിക്കാൻ. ചൂണ്ടുവിരലിലോ മോതിര വിരലിലോ ധരിക്കാവുന്നതാണ്. ചിങ്ങം ലഗ്നമായിട്ടുള്ളവർ റൂബിയാണ് അവരുടെ രത്നം. അത് ധരിക്കേണ്ടത് നടുവിരലിലാണ്. അതേപോലെ കന്നി, മകരം, കുംഭം ഇവരുടെ രത്നമെന്ന് പറയുന്നത് വജ്രമാണ്. അത് മോതിര വിരലിൽ വേണം ധരിക്കാവുന്നത്. അടുത്തത് തുലാം ലഗ്നമായിട്ടുള്ളവരുടെ നീലക്കല്ലാണ് അവരുടെ രത്നം. അവരത് ധരിക്കേണ്ടത് നടുവിരലിലാണ്. അടുത്തത് ധനു ലഗ്നമായിട്ടുള്ളവർക്ക് പവിഴമാണ് അവരുടെ രത്നം എന്ന് പറയുന്നത്. അത് ധരിക്കേണ്ടത് നടുവിരലിലാണ്. അപ്പം എല്ലാവർക്കും ഏതൊക്കെയാണ് അവരവരുടെ രത്നങ്ങളെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ ഇത് കറക്റ്റ് നമ്മുടെ ലഗ്നം അനുസരിച്ച് തന്നെ കണ്ടുപിടിക്കണം. ഇനി ഒരുപാട് പേർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ജനിച്ച തീയതി, സമയം ഇതൊന്നും അറിയത്തില്ലാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇത് ധരിക്കരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലഗ്നം കിട്ടും. അതനുസരിച്ച് മാത്രം ഇത് ധരിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് നമ്മൾ ധരിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. പിന്നെയുള്ളത് നവരത്ന മോതിരമാണ്. നവരത്ന മോതിരം എന്ന് പറയുന്നത് 9 ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളെ കൊള്ളുന്നതാണ് ഈ 9 രത്നങ്ങളെന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യനും ഈ 9 ഗ്രഹങ്ങളെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നവരത്ന മോതിരം ധരിക്കുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. ഇത് ഒരുപാട് പേര് ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ 9 രത്നങ്ങളും ഒന്നിച്ച് ഒരാൾ അണിയാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഒരുപാട് സെലിബ്രിറ്റീസ് അതുപോലുള്ള കാര്യം അവരൊക്കെ അണിയുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അവരൊക്കെ അത് അണിഞ്ഞതിന് ശേഷം അവർക്ക് അതിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാകും. അവരത് മനസ്സിലാക്കിയതിന് ശേഷം അത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു മനുഷ്യനും ഒരിക്കലും 9 ഗ്രഹങ്ങളെയും ഒരുപോലെ അവരുടെ ശരീരത്തിൽ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. പിന്നെ ഒരുപാട് പേര് ആമമോതിരം ധരിക്കുന്നതിനെ പറ്റി ചോദിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം, ആമമോതിരം അങ്ങനെ എല്ലാവർക്കും ധരിക്കാൻ പറ്റില്ല. ആമമോതിരം
നമ്മൾ ജനിച്ച ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഒക്കെ വെച്ച് നോക്കി നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വെച്ച് മാത്രം ധരിക്കാവുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം ആമമോതിരം ധരിച്ചാൽ നിങ്ങൾക്ക് രോഗങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമുണ്ടാവില്ല. നിങ്ങളുടെ കയ്യിലെ കാശ് പോകുന്ന വഴി അറിയില്ല. കുടുംബസമാധാനം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. കാശ് വരും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആമമോതിരം ധരിക്കുന്നത് വഴി നമ്മൾക്ക് വന്ന് ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ആമമോതിരം എല്ലാവർക്കും ധരിക്കാം, അതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് ഞാൻ പറയാത്തതിൻ്റെ കാരണവും. അപ്പോൾ എല്ലാവരും രത്നങ്ങൾ ഈ വിധം ഒന്ന് ധരിക്കാൻ നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.